അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ മന്തിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ഫീല് കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മന്തിയാണിത്. അപ്പോൾ മന്തി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ 1.5 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പോട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ പീസുകളൊക്കെ ഒന്ന് പോട്ടിൽ നിരത്തി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് റെഡ് കളർ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് മാഗി ക്യൂബ്സ് ആണ്. 6 എടുക്കുന്നുണ്ട്. എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചപ്പ്, പുതിന, കറിവേപ്പില, അതുപോലെ ചിക്കൻ ക്യൂബ്സ് ആ കഷ്ണങ്ങളൊക്കെയാണെന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സാക്കിയ ശേഷം ഒരു അടപ്പ് കൊണ്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വശം നന്നായിട്ട് വെന്ത ശേഷം മറ്റേ വശം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 1/4 വേവ് കേട്ടോ, ഫുള്ളായിട്ട് വേണ്ട, ബാക്കി ദമ്മിൽ വേവിക്കാനുള്ളതാണ്. അതുകൊണ്ട് 1/4 വേവ് വേവിച്ചാൽ മതി. മാഗി ക്യൂബ്സ് ചേർത്തുകൊണ്ട് അധികം ഉപ്പിടേണ്ട ആവശ്യമില്ല. മാഗി ക്യൂബ്സ് തന്നെ അതിനുള്ള ഉപ്പുണ്ടാവും, ഇതിന് വേണ്ട ഉപ്പൊക്കെ ഉണ്ടാവും. അതാ വേണമെങ്കിൽ ഒരു പിഞ്ച് ഉപ്പങ്ങാനും ഇട്ടാൽ മതിയാവും. ഇനി ഇതിലേക്ക് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി മറുവശം കൂടെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബസ്മതി റൈസാണ് 1.5 കിലോ ചിക്കനിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബസ്മതി റൈസ് ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. അതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് വെള്ളം വാരാൻ വെക്കണം. വെള്ളം നന്നായിട്ട് വാർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി വേവിക്കാൻ വേണ്ടിയിട്ട് അതിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ തിളച്ച ശേഷം ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം, വലിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ചെറിയ ഉണക്കനാരങ്ങ. ഇനി റൈസ് വേവുന്നതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ ഒരു 1/4 വേവ് പാകമായിട്ടുണ്ട്. ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഫുൾ വേവുന്നത് വരെ വെയിറ്റ് ഒന്നും ചെയ്യണ്ട.
കുറച്ച് സമയത്ത് ദമ്മിലിടാനുള്ളതാണ്. അതുകൊണ്ട് ഒരു 3/4 വേവാകുമ്പോൾ തന്നെ ഇത് ഊറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം ഈ ഒരു കൊട്ടയിലേക്ക് ഊറ്റിയെടുക്കുന്നുണ്ട്. ഇനി വേവിച്ച ചിക്കന് മുകളിൽ കൂടെ റൈസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിരുന്നു. അതിൽ നിന്ന് എടുത്തിട്ട് ഓരോ ടീസ്പൂൺ വീതം ഇടയിലൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഭംഗി കിട്ടും. റൈസിന് യെല്ലോ കളറും റെഡ് കളറൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ കളർ ചേർത്ത് കൊടുക്കുന്നത്. കുഴിമഞ്ഞയുടെ ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് കനലിട്ടിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് സ്മോക്ക് വരും. അപ്പോൾ തന്നെ മൂടി വെക്കണം. നമ്മൾ ദമ്മിടുന്ന സമയത്താണ് ഈ സ്മോക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ ഒരു റൈസിലും ചിക്കനിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ട് ആദ്യം ഈ കണ്ണിലൊന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റൈസ് ഒന്ന് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റൈസിന് മറ്റൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ചിക്കൻ ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റിയെടുക്കാം. എന്നിട്ട് ഈ ഒരു മസാലയിൽ റൈസൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോഴേ ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് റൈസിലേക്ക് ആവുകയുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ചിക്കൻ പീസുകളൊക്കെ ഒന്ന് നിരത്തി വെക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ചിക്കൻ പീസൊക്കെ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മസാലയിലാണ് ഈ റൈസ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നത്. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.